ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇത്ര നാൾ സെൻസ് ഇട്ടിട്ട് ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല യൂട്യൂബിനകത്ത്. ഇൻസ്റ്റയ്ക്കകത്ത് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഓക്കെ, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമില്ല ബ്രോ. പിന്നെ പലർക്കും ഈ സെൻസ് യൂസ് ചെയ്യാൻ അറിയത്തില്ല. ഈ സെൻസി എന്ന് വെച്ചാൽ എന്നാണെന്ന് പോലും അറിയാത്ത ഇഷ്ടം പോലെ ആൾക്കാർ എന്നെ ഫോളോ ആക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സെൻസി എന്നാന്ന് പറയാം. അത് ഈ സെൻസി എന്ന് പറയുന്നത് ഒരു സിപ്പ് ഫയലിനകത്താണ് വരുന്നത്. അതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹായ്ക്ക് അതുകൊണ്ട് നമ്മൾ ആൻഡ്രോയിഡിൻ്റെ ഫോൾഡറിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹെഡ് വരുന്ന ഐറ്റം അല്ല ഈ സെൻസി. ഓക്കെ, ഈ സെൻസി എന്ന് പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വരുത്തേണ്ട ചേഞ്ചസ്, അതുപോലെ ഫോണിൻ്റെ അകത്ത് വരുത്തേണ്ട ചേഞ്ചസ് എന്നൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആകുന്നത്. അതാണ് ആ സിപ്പ് ഫയലിനകത്ത് വരുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹായ്ക്കും കാര്യങ്ങളൊന്നുമല്ല സിപ്പ് ഫയലിനകത്ത് കിടക്കുന്നത്. ഓക്കെ, ഈ സെൻസി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം പ്ലേ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആകും. എന്ന് വെച്ചാൽ ചിലവർ വിചാരിക്കും സെൻസ് ഇട്ട ഉടനെ മൊത്തം അങ്ങ് ഹെഡാണെന്ന്. അങ്ങനെയല്ല, ചിലവർക്ക് അടിപൊളിയായിട്ട് ഹെഡ് കയറാൻ തുടങ്ങും, ചിലവർക്ക് അത്യാവശ്യം കയറാൻ തുടങ്ങും. ഓക്കെ, സെൻസ് ഇട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ ഗെയിം പ്ലേ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആകുന്നത്. സോ ഹെഡ് അടിക്കണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ സെൻസ് ഇട്ട ഉടനെ ഒന്നും ഹെഡൊന്നും കയറത്തില്ല. കയറുന്നതും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, പിന്നെ ചിലരുടെ സംശയമാണ് ഈ സെൻസി ഉപയോഗിച്ചാൽ ബാൻ കിട്ടുമെന്ന്. എടാ, ഇത് ഹായ്ക്കല്ല, സോ ബാൻ കിട്ടത്തില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു ഫെയർ ആയിട്ടുള്ളൊരു സാധനം സെൻസി എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ അക്കൗണ്ടിന് ഒരു സീനും വരത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പറയാം iOS സെൻസി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഈ iOS സെൻസി സാധനം കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം മിക്കൊരു ആൻഡ്രോയിഡാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡിൻ്റെ സെൻസീസാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. iOS ഉള്ളതും മിക്കതും പെയ്ഡാണ്. iOS പെയ്ഡായിട്ടും അങ്ങനെ കിട്ടുന്നില്ല സാധനം. പിന്നെ വേറെ ലാംഗ്വേജൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര പാടാണ്. ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് തന്നെ ഇതൊപ്പിച്ച്. സോ നമ്മൾ ലാസ്റ്റ്ലി iOS സെൻസി കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സെൻസിക്കകത്തുനിന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിൻ്റെ അകത്ത് വരുത്തേണ്ട ചേഞ്ചസ്, പിന്നെ ഫോണിൻ്റെ അകത്ത് വരുത്തേണ്ട ചേഞ്ചസ്, അത്ര ഞാൻ കൊടുത്തിട്ടുള്ളൂ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചേഞ്ചസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന്. ഞാൻ ഫ്രീ ആയിട്ട് ആൻഡ്രോയിഡിൻ്റെ സെൻസി ആയിട്ട് iOSൻ്റെ ആയിട്ട് കൊടുത്ത് എല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്. ബ്രോ ഇതെങ്ങനെ ഒന്ന് ചെയ്യുന്നൊന്ന് പറഞ്ഞു തരാമോ, എനിക്ക് മാത്രം പറഞ്ഞു തന്നാൽ മതി ബ്രോ, പ്ലീസ് ബ്രോ. ഇങ്ങനെ ഒന്ന് വരും. എടാ, ഇങ്ങനെ ഒരു 10-100 പേര് എൻ്റെ അടുത്ത് വരുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് 100 പേർക്കൊന്നും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം പറഞ്ഞു കൊടുക്കാനായിട്ട് ഒത്തിരി ഉണ്ട്, അതാണ്. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനം മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഗെയിമിൻ്റെ അകത്തെ കാര്യങ്ങളും ഫോണിൻ്റെ അകത്ത് വരുത്തേണ്ട ചേഞ്ചസും. ഓക്കെ, ചുമ്മാ ആവശ്യമില്ലാത്ത അല്ലറ ചില്ലറ ചവർന്ന് ഞാൻ ഈ സെൻസിക്കകത്ത് വലിച്ചു കയറ്റിയിട്ടില്ല. സോ സെൻസി മേടിച്ചു, സെൻസിക്കകത്തൊന്നും ആവശ്യമില്ലാത്ത സാധനമല്ല ഞാൻ റിമൂവ് ആക്കി. ആവശ്യമുള്ള 2 സാധനം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, സോ നിങ്ങളുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആകുമെന്ന് ചോദിച്ചാൽ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആകും. അത് ഞാൻ കൺഫേം തരുക. അപ്പോൾ സെൻസി വേണ്ടതിന് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ടെലിഗ്രാം ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പുതിയ തുടങ്ങിയ ചാനലാണ്. ആ ചാനലിനകത്ത് ജോയിൻ ആകുക. അതിൻ്റെ അകത്ത് ഡ്രൈവ് ഫയലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ, ഡ്രൈവ് ഫയലാണ്. സോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കാര്യങ്ങളൊന്നും വേണ്ട, ആ ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ആ ഒരു പ്രൊസീജിയർ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ വർക്കായി എന്ന് വരത്തില്ല. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ചിലവർക്ക് ഈ ടെലിഗ്രാം ലിങ്ക് വർക്കാകത്തില്ല. അപ്പോൾ അവരെന്നെ എടുക്കണമെന്ന് വെച്ചാൽ VPN ഓൺ ആക്കണം. VPN ഓൺ ആക്കിയാൽ കൺഫേം വർക്കാവും. പിന്നെ VPN യൂസ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, അതിൻ്റെ വേറെ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ.